+1 സയൻസ് വിദ്യാർത്ഥികളെ വീണ്ടും ബോട്ടണി ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന അധ്യായത്തിലെ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് മിനറൽ അയോൺസ് എന്ന ഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്, പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില ലഘുവായ പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു. അത് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ അധ്യായത്തിലെ ഏറ്റവും അവസാന ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ട്രാൻസ്പോർട്ട്സ്, ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫ്രം സോഴ്സ് ടു സിങ്ക്. ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് flow from source to sink. All of you know food is synthesized in leaves. ഇലകളിൽ ആണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഏത് പ്രക്രിയ വഴി? പ്രകാശ സംശ്ലേഷണം വഴി. ഇലകളിൽ ഉണ്ടാകുന്ന ഈ ആഹാരം ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ഫ്ലോയം, ദറ്റ് ഈസ് ഫ്രം എ സോഴ്സ് ടു സിങ്ക്. ഇവിടെ രണ്ട് വാക്ക് വീണ്ടും വരുന്നു. സിങ്ക് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇലകളിലുണ്ടാകുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത് ഫ്ലോയം വഴിയാണ്, ത്രൂ ഫ്ലോയം. ഫ്രം സോഴ്സ് ടു സിങ്ക്. എന്താണ് സോഴ്സ്, എന്താണ് സിങ്ക്? സോഴ്സ് മീൻസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് സിന്തസൈസസ് ഫുഡ്. ആഹാരം എവിടെയാണോ നിർമ്മിക്കപ്പെടുന്നത് ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ്. അപ്പോൾ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഇലകളിലാണ്. അപ്പോൾ ഇലകളാണ് എന്തെന്ന് പറയുന്നത്? സോഴ്സ്. ഇനി എന്താണ് സിങ്ക്? ദാറ്റ് മീൻസ് പാർട്സ് ദാറ്റ് നീഡ് ദ ഫുഡ് ഓർ സ്റ്റോഴ്സ് ദ ഫുഡ്. എവിടെയാണോ ഈ ആഹാര വസ്തുക്കൾ ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത്, സംഭരിക്കുന്നത്, ശേഖരിക്കുന്നത്, കളക്ട് ചെയ്യുന്നത്, ആ ഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത്? സിങ്ക് എന്നുള്ള പദം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ എന്താണ് സോഴ്സ്, എന്താണ് സിങ്ക് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ദെൻ ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, ബട്ട് ദ സോഴ്സ് ആൻഡ് സിങ്ക് മേ ബി റിവേഴ്സ്ഡ്. എന്താണ്? ബട്ട് ദ source and sink may be reversed depending on the season or plant's need. ഇത് മാറി വരാം. എപ്പോഴ്? ഡിപ്പെൻഡിങ് ഓൺ ദ സീസൺ. അല്ലെങ്കിലോ പ്ലാന്റ്സിൻ്റെ ആവശ്യമനുസരിച്ച് സോഴ്സും സിങ്കും ചിലപ്പോൾ മാറി വരാം. അത് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ദെൻ ഷുഗർ സ്റ്റോർഡ് ഇൻ റൂട്ട്സ്. ഈ വേരുകളിൽ സംഭരിച്ചിരിക്കുന്ന ഷുഗർ മേ ബി മൊബിലൈസ്ഡ് ടു ബിക്കം എ സോഴ്സ് ഓഫ് ഫുഡ് ഇൻ ദി ഏർലി സ്പ്രിംഗ് വെൻ ദ ബഡ്സ് ഓഫ് ട്രീസ് ആക്ട് ആസ് സിങ്ക്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സോഴ്സ്, സിങ്ക് ഇത് മാറി വരാം. ദെൻ എന്താണ് ഈ അവസരത്തിൽ? ദേ നീഡ് എനർജി ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് of the photosynthetic apparatus. Moreover, the direction of movement in the phloem is bidirectional. എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ടും ഇലകളിലുണ്ടാകുന്ന ആഹാരം സസ്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും എത്തണം. മുകളിലേക്ക് പോകണം, താഴേക്ക് വരണം. ഒരു ഭാഗത്ത് മാത്രം പോരാ, മുകളിലേക്ക് മാത്രം പോയാൽ പോരാ, താഴേക്ക് വരണം, വിവിധ വശങ്ങളിലേക്ക് പോകണം. അതാണ് പറഞ്ഞത്. ഇതാണ് ഫ്ലോയം വഴിയുള്ള ട്രാൻസ്പോർട്ട് ബൈ ഡയറക്ഷണലാണ്. നേരെ മറിച്ച് സൈലത്തിലൂടെയാണ് വാട്ടർ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മിനറൽ അയോൺസും വാട്ടറും കണ്ടക്ട് ചെയ്യുന്നത് സൈലത്തിലൂടെയാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? റൂട്ടുകൾ, വേരുകൾ ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും മുകളിലേക്ക് കയറിപ്പോകുന്നത് സൈലത്തിലൂടെയാണ്. മുകളിൽ പോയിട്ട് പിന്നെ താഴേക്ക് വരേണ്ട കാര്യമില്ല. പോണ വഴിക്ക് എന്താണ്? സപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. ആഹാരം അങ്ങനെയല്ല, പ്രധാനമായിട്ടും ഇലകളിലാണ് ഉണ്ടാകുന്നത്. ഇലകളിൽ ഉണ്ടാകുന്ന ആഹാരം റൂട്ടിൻ്റെ ടിപ്പിൽ വരെ വരണം.
അപ്പോൾ എന്താണ്? ഫ്ലോയം വഴിയുള്ള ട്രാൻസ്പോർട്ട് ഈസ് ബൈഡയറക്ഷണൽ ഓർ മൾട്ടി ഡയറക്ഷണൽ. ഓക്കെ, ദെൻ സോ ഫുഡ് ഇൻ ഫ്ലോയം സാപ്പ് can be transported in any required direction. അപ്പോൾ ആഹാരം, ഇലകളിൽ ഉണ്ടാകുന്ന ആഹാരം സസ്യത്തിൻ്റെ ഏത് ഭാഗത്താണോ ആവശ്യമായി വരുന്നത് അവിടെ എത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഫുഡ് ഇൻ ദ ഫ്ലോയം സാപ്പ് can be transported in any required direction. Then phloem sap എന്ന് പറഞ്ഞാൽ എന്താണ്? Phloem sap is mainly water and sucrose. ഫ്ലോയം സാപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? വാട്ടറും സൂക്രോസുമാണ്, ജലവും സൂക്രോസുമാണ്. ബട്ട് അതർ ഷുഗേഴ്സ്, ഹോർമോൺസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ ഓൾസോ ട്രാൻസ്പോർട്ടഡ് ത്രൂ ഫ്ലോയം. അപ്പോൾ ഫ്ലോയം സാപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വാട്ടറും സൂക്രോസുമാണ്. പക്ഷേ മറ്റ് ഷുഗേഴ്സ്, മറ്റ് പഞ്ചസാരകൾ, ഹോർമോൺസ്, അമിനോ ആസിഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു അമിനോ ആസിഡ്സ്, സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഏതാ? ഗ്ലൈസിൻ, ലൈസിൻ, വാലിൻ, അലാനിൻ, സിസ്റ്റീൻ, സിസ്റ്റൈൻ, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, മെത്തിയോണൈൻ, ട്രിപ്റ്റോഫാൻ, അർജിനിൻ, ഇവയൊക്കെ എന്താണ്? അമിനോ ആസിഡ്സ് ആണ്. അതൊക്കെ വരുന്ന അധ്യായങ്ങളിൽ നിങ്ങൾ വിശദമായി പഠിക്കും, ചർച്ച ചെയ്യും. അപ്പോൾ ബട്ട് അതർ ഷുഗേഴ്സ്, ഹോർമോൺസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ ഓൾസോ ട്രാൻസ്പോർട്ടഡ് ത്രൂ phloem. Then we have to discuss the pressure flow or mass flow hypothesis. എന്താണ്? പ്രഷർ ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്താണ്? അതായത് സോഴ്സിൽ നിന്ന് സിങ്കിലേക്ക് എവിടെയാണോ നിർമ്മാണം നടക്കുന്നത് അതാണ് സോഴ്സ്. എവിടെയാണോ ആവശ്യമുള്ളത് അതാണ് സിങ്ക്. അപ്പോൾ ഇതെങ്ങനെ സോഴ്സിൽ നിന്ന് സിങ്കിലെത്തുന്നു എന്ന് തെളിയിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ മെനി തിയറീസ് ആർ പുട്ട് ഫോർത്ത് ടു പ്രൂവ് ഹൗ ദീസ് സൊല്യൂട്ട്സ് ഓർ ഷുഗേഴ്സ് ആർ റീച്ചിങ് ഫ്രം ദ സോഴ്സ് ടു ദ സിങ്ക്. ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന തിയറിയാണ് പ്രഷർ ഫ്ലോ ഓർ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. ഓക്കെ, ദിസ് ഈസ് ദ അക്സെപ്റ്റഡ് മെക്കാനിസം യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഷുഗേഴ്സ് ഫ്രം ദ സോഴ്സ് ടു സിങ്ക്. ഫ്രം ദ സോഴ്സ് ടു സിങ്ക്, സോഴ്സിൽ നിന്ന് സിങ്കിലേക്ക് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗേഴ്സ്, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മറ്റ് ഷുഗേഴ്സ് എങ്ങനെ എത്തുന്നു എന്ന് തെളിയിക്കാൻ നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതാണ് പ്രഷർ ഫ്ലോ ഓർ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗ്ലൂക്കോസ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ സോഴ്സ്. ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് എവിടെയാണ്? സോഴ്സിലാണ്. ഏത് പ്രവർത്തനം മൂലം? പ്രകാശ സംശ്ലേഷണം മൂലം, ഡ്യൂ ടു ഫോട്ടോസിന്തസിസ്. And it is converted into sucrose. ഇലകളിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, അതെന്തായി മാറ്റപ്പെടുന്നു? and it is converted into sucrose. This sugar is then moved in the form of sucrose into the companion cells and then into the sieve tubes by active transport. ഇവിടെ രണ്ട് വാക്കുകൾ നമ്മൾ കേട്ടുള്ളതാണ്, കമ്പാനിയൻ സെൽസ് ആൻഡ് സീവ് ട്യൂബ് സെൽസ്. ഫ്ലോയം എന്ന് പറയുന്ന ടിഷ്യൂവിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സെൽസ് ഉണ്ട്. സീവ് ട്യൂബ്സ് ഉണ്ട്, കമ്പാനിയൻ സെൽസ് ഉണ്ട്, ഫ്ലോയം ഫൈബേഴ്സ് ഉണ്ട്, ഫ്ലോയം പാരഗൈമ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ? ദ ഷുഗർ ഈസ് ദെൻ മൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് സുക്രോസ് ഇൻ ടു ദ കമ്പാനിയൻ സെൽസ്. അവിടെ നിങ്ങോട്ടാ? ആൻഡ് ദെൻ ഇൻ ടു ദ സീവ് ട്യൂബ് സെൽസ്. എങ്ങനെയാ? ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്സ്. ദിസ് പ്രോസസ് ഓഫ് ലോഡിംഗ് അറ്റ് ദി സോഴ്സ് പ്രൊഡ്യൂസസ് എ ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ ഇൻ ദ ഫ്ലോയം. അപ്പോൾ അത് ഫ്ലോയത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് പ്രോസസ് ഓഫ് ലോഡിംഗ് അറ്റ് ദ സോഴ്സ് പ്രൊഡ്യൂസസ് എ hypertonic condition in the phloem.
അപ്പോൾ എന്ത് സംഭവിക്കും? Water in the nearest xylem moves into the phloem by osmosis. ആ ഫ്ലോയത്തിൽ ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കോശങ്ങളിൽ നിന്ന് വാട്ടർ ഇൻ ദ നിയറസ്റ്റ് സൈലം മൂവ്സ് ഇൻ ടു ദ ഫ്ലോയം ബൈ ഓസ്മോസിസ്. ഫ്ലോയത്തിലേക്ക് ജലം പ്രവേശിക്കും. എവിടെ നിന്ന്? നിയറസ്റ്റ് സൈലം സെൽസിൽ നിന്ന്. അപ്പോൾ എന്താ സംഭവിക്കുക? സോ ഓസ്മോട്ടിക് പ്രഷർ ബിൽഡ്സ് അപ്പ് ദ ഫ്ലോയം സാപ്പ്. ഫ്ലോയം സാപ്പിൽ എന്ത് ചെയ്യുന്നു? ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാകുന്നു. സോ ഓസ്മോട്ടിക് പ്രഷർ ബിൽഡ്സ് അപ്പ് the phloem sap and it will move to areas of lower pressure. Appo at the sink osmotic pressure must be reduced. At the sink osmotic pressure must be reduced. Again, active transport is necessary to move the sucrose out of the phloem sap and into the cells which will use the sugar. So, osmotic pressure builds up the phloem sap and it will move to areas of lower pressure. At the sink, osmotic pressure must be reduced. Again, active transport is necessary. To move the sucrose out of the phloem sap and into the cells which will use the sugar for converting it into energy, starch or cellulose. As sugars are removed, the osmotic pressure decreases and water moves out of the phloem. Osmotic pressure കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Water moves out of the phloem. Thus, the movement of sugars in the phloem begins at the source where sugars are loaded into a sieve tube. എന്താണ്? Movement of sugars in the phloem begins every day at the source where sugars are loaded into a sieve tube. Then, loading of the phloem sets up a water potential gradient that facilitates the mass movements in the phloem. എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ലോഡിംഗ് ഓഫ് ദ ഫ്ലോയം സെറ്റ്സ് അപ്പ് എ വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് that facilitates the mass movements in the phloem. You know, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, phloem tissue is composed of sieve tube cells which forms long columns with holes in their end walls called sieve plates. ഈ sieve ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ, ട്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, PVC പൈപ്പ് ഉണ്ടല്ലേ, ഏകദേശം അതുപോലുള്ള ലോങ് ട്യൂബ്സ് ആണ് sieve ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ എൻഡിൽ ഹോൾസ് ഉണ്ടാവും, ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതിന് നമ്മൾ പറയുന്നതാണ് sieve plates. That is, sieve tube cells which forms long columns with holes in their end walls called sieve plates. Sieve plates. ഒരു ട്യൂബ് എടുക്കുക, ആണെന്ന് നോക്കുക, സങ്കല്പിക്കുക. അതിൻ്റെ എൻഡിൽ ചെറിയ സുഷിരങ്ങൾ കാണും. അത് നമ്മൾ പറയുന്ന sieve plate എന്നാണ്. ഈ സുഷിരങ്ങളിലൂടെ, ഈ sieve platesiലൂടെ cytoplasmic strands pass through the holes in the sieve plates, so thus forming continuous filaments. ഈ ട്യൂബുകൾ ഇങ്ങനെ അടുക്കി ചെയ്യാം. അതുപോലെ ആലോചിച്ച് നോക്കുക. As hydrostatic pressure in the sieve tube increases, ഈ sieve ട്യൂബിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ, വർദ്ധിക്കുമ്പോൾ pressure flow begins and the saps moves through the phloem. sieve ട്യൂബിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വർദ്ധിക്കുമ്പോൾ, കൂടുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഫ്ലോ ആരംഭിക്കുന്നു, begins, and the saps
moves through the phloem. Meanwhile, at the sink, incoming sugars are actively transported out of the phloem. എന്ത് സംഭവിക്കുന്നു? ആ സമയത്ത് at the sink, incoming sugars are actively transported out of the phloem and removed as complex carbohydrates. അപ്പോൾ എങ്ങനെ മാറ്റപ്പെടുന്നു? സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളാക്കി മാറ്റപ്പെടുന്നു. The loss of solutes produces a high water potential in the phloem. മനസ്സിലായോ? എന്താണ്? The loss of solutes. അവിടുന്ന് എന്ത് നഷ്ടപ്പെടുന്നു? സൊല്യൂട്ടുകൾ നഷ്ടപ്പെടുന്നു. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അതെന്തുണ്ടാക്കുന്നു? അതെന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? That produces a high water potential in the phloem. അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. ഫ്ലോയത്തിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആൻഡ് വാട്ടർ പാസ് ഔട്ട്. ജലം വെളിയിലേക്ക് പോകുന്നു. വാട്ടർ പാസ് ഔട്ട്. എങ്ങോട്ടാ? റിട്ടേണിംഗ് ഇവൻച്വലി ഇൻ ടു സൈലം. മനസ്സിലായല്ലോ? ഓക്കെ, ആലോചിച്ച് നോക്കൂ, ഒരു പ്രയാസമില്ല. എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ്. ഇനി ഒരു ചെറിയ പരീക്ഷണമാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്ന ഒരു പരീക്ഷണമാണ്. ലഘുവായ ഒരു പരീക്ഷണമാണ്. അതായത് പ്രധാനമായിട്ടും ഈ ഫുഡ് മെറ്റീരിയൽസ് ഫ്ലോയത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്, സംവഹനം നടക്കുന്നത്. ഇത് തെളിയിക്കാൻ സഹായിക്കുന്ന ഒരു ലഘു പരീക്ഷണമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ലഘു പരീക്ഷണമാണ്. എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ് called girdling was used to identify the tissues through which food is transported. ഏത് കലയിലൂടെയാണ് ആഹാരം കടന്നു പോകുന്നത്, സഞ്ചരിക്കുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് തെളിയിക്കാൻ സഹായിക്കുന്ന ഒരു ലഘു പരീക്ഷണമാണ് ഇത്. ഓൺ ദ ട്രങ്ക് ഓഫ് എ ട്രീ, ഒരു മരം. ട്രങ്ക് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ സ്റ്റെം. എ റിംഗ് ഓഫ് ബാർക്ക് അപ് ടു ദ ഡെപ്ത് ഓഫ് ഫ്ലോയം ലെയർ ക്യാൻ ബി കെയർഫുള്ളി റിമൂവ്ഡ്. ഒരു മരം, ആ മരത്തിൻ്റെ തൊലിയുണ്ടല്ലോ. ബാർക്ക് എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും വെളിയ മരത്തിൻ്റെ ഏറ്റവും വെളിയിലുള്ള ഭാഗമാണ് ബാർക്ക് എന്ന് പറയുന്നത്. എവിടം വരെയുള്ള റീജിയൻ? അതിൽ ഫ്ലോയം വരെയുള്ള റീജിയൻ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. മൊത്തം വെട്ടി മാറ്റിക്കളായിരുന്നു. വലിയ മരത്തിൻ്റെ തൊലിയും ഫ്ലോയം ഉൾപ്പെടുന്ന ഭാഗവും കൂടെ എന്ത് ചെയ്യണം? ഒരു റിങ് രൂപത്തിൽ എന്ത് ചെയ്യുക? മാറ്റുക. ദാറ്റ് ഈസ് ഓൺ ദ ട്രങ്ക് ഓഫ് എ ട്രീ, എ റിംഗ് ഓഫ് ബാർക്ക് അപ് ടു ദ ഡെപ്ത് ഓഫ് ദ ഫ്ലോയം ലെയർ can be carefully removed. അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഫുഡ്, താഴേക്ക് ഫുഡ് മൂവ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്ത് റിമൂവ് ചെയ്തു? ഓൾറെഡി ഫ്ലോയം നമ്മൾ റിമൂവ് ചെയ്തു. ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഫുഡ്സ്, ദ പോർഷൻ ഓഫ് ദ ബാർക്ക് എബവ് ദ റിംഗ്, ആ റിങ്ങിന് മുകളിലുള്ള ഭാഗം എന്ത് ചെയ്യുന്നു? ഓൺ ദ സ്റ്റെം. എവിടെ? ഓൺ ദ സ്റ്റെം. നമ്മൾ റിങ് ആയിട്ടൊരു സ്ഥലം കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? ദ സ്റ്റെം ബിക്കംസ് സോളൻ ആഫ്റ്റർ എ ഫ്യൂ വീക്സ്. അതായത് ഫ്ലോയത്തിലൂടെ വന്ന ഫുഡ് അവിടെ കെട്ടി നിൽക്കുകയാണ്. കാരണം ഇനി ഫ്ലോയം ഇല്ല. ഫ്ലോയം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് ഭാഗത്ത്. അപ്പോൾ ആ ആഹാര വസ്തുക്കൾ അവിടെ ബൾജ് ചെയ്ത് കിടക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ദ പോർഷൻ ഓഫ് ദ ബാർക്ക് എബവ് ദ റിംഗ് on the stem becomes swollen after a few weeks. അപ്പോൾ ഈ ഒരു ചെറിയ പരീക്ഷണം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, പ്രധാനമായിട്ടും ഫ്ലോയത്തിലൂടെയാണ് ആഹാരവസ്തുക്കൾ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള വസ്തുത വളരെ വ്യക്തമാണ്. Then this simple experiment shows that
Phloem is the tissue responsible for translocation of food. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വളരെ വ്യക്തമാണ്, ഫ്ലോയത്തിലൂടെ തന്നെയാണ് ഫുഡ് മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ വരുന്നത്. ഇതോടുകൂടി ഈ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന അധ്യായം അവസാനിക്കുകയാണ്. ഇനി പ്ലാന്റ് ഫിസിയോളജിയിൽ ഞാൻ മുൻ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ മിനറൽ ന്യൂട്രീഷൻ ഉണ്ട്, ഫോട്ടോ സിന്തസിസ് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് മൂവ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ചില അധ്യായങ്ങളാണ്. ഈസിയാണ്, വളരെ ഈസിയാണ്. അധ്യാപകരുടെ ക്ലാസ്സുകൾ, ബഹുമാനപ്പെട്ട അധ്യാപകരുടെ ക്ലാസ്സുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്താൽ വളരെ ഈസിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചില മേഖലകളാണ് ഇനി വരുന്നത്. ഇനി ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു ലഘു പ്രവർത്തനമാണ് നൽകുന്നത്, ലഘുവായ ഒരു പ്രവർത്തനമാണ് നൽകുന്നത്. അത് നിങ്ങളൊന്ന് കുറിച്ചിടുക. വളരെ പ്രധാനപ്പെട്ടതുമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകരുമായിട്ട് അത് ചർച്ച ചെയ്യണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൂരീകരിക്കണം. സയൻസ് ഡയറി അത് കുറിച്ചിടണം. തീർച്ചയായും അത് പഠിക്കാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ഒരു പ്രവർത്തനം മാത്രമാണ് തൽക്കാലം നൽകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ആ അസൈൻമെൻറ്റ്, ആ ഒരു പ്രവർത്തനം ഒന്ന് കുറിച്ചിടുക. എക്സ്പ്ലെയിൻ pressure flow hypothesis of translocation of sugars in plants. Once again, explain pressure flow hypothesis of translocation of sugars in plants. അതോടൊപ്പം തന്നെ ഇനി ഒരു 2-3-4 ചെറിയ അധ്യായങ്ങൾ കൂടെ മാത്രമേ നിങ്ങൾക്ക് ബോട്ടണി വിഭാഗത്തിൽ വരുന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോട്ടണി വിഷയം പഠിച്ചു കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വർത്തമാനകാല പരിസ്ഥിതികളുടെ നിർബന്ധ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്ന തീവ്ര സന്ദർഭങ്ങൾ മുഴുകിക്കൊണ്ട് നാം കാര്യങ്ങളെ വിലയിരുത്തരുത്. ഞാനങ്ങനെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ലോകം മുഴുവനും, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവനും ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ പ്രതിരോധിക്കും, അതിജീവിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനേക്കാൾ ഭയാനകമായ മഹാമാരികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. നമ്മളതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് പേടിയല്ല, കടുത്ത ജാഗ്രതയാണ്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് എന്താണ്? പേടിയല്ല. പേടിച്ചിട്ടൊരു കാര്യവുമില്ല. ഭയമല്ല നമുക്ക് ആവശ്യം, ജാഗ്രതയാണ്. പൊള്ളയായ ഉപചാരവാക്കുകളിലും നിന്ദാഗർഭമായ മന്ദസ്മിതത്തിനുമപ്പുറം ഹൃദയ സംവാദം സാധ്യമാകുന്ന ഒരാത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി പ്രസിദ്ധനായ കവി ശ്രീ കക്കാടിൻ്റെ വരികൾ എനിക്ക് ഓർമ്മ വരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് ഞാനത് പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഫലമീ യാത്ര എന്നുള്ള കവിതയിലെ 2 വരികൾ. കാലമിനിയുമുരുളും വിഷുവരും, വർഷം വരും, തിരുവോണം വരും, ഓരോ ഇതളിലും പൂവരും, കായ്വരും, പിന്നെ ആരെന്നും എന്തെന്നും ആർക്കറിയാം. കാലമിനിയുമുരുളും വിഷുവരും, വർഷം വരും, തിരുവോണം വരും, ഓരോ ഇതളിലും പൂവരും, കായ്വരും, പിന്നെ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.